നമുക്കൊപ്പം റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് മിനിസ്റ്റർ, നമ്മൾ ചൂരൽമലയിലൊക്കെ നിന്ന സമയത്ത് ഈ വിലങ്ങാട്ടെ ദുരന്തം ആദ്യം എത്തുമ്പോൾ വലിയ പ്രാധാന്യം തുടക്കത്തിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീടാണ് അതിൻ്റെ വ്യാപ്തി എല്ലാവരും മനസ്സിലാക്കുന്നത്. ഈ മരണസംഖ്യ കുറഞ്ഞിട്ടുണ്ട്. ആഘാതശേഷിയിൽ ചൂരൽമലയ്ക്ക് പിന്നിലാണെങ്കിലും വിലങ്ങാട്ടെ പ്രശ്നവും ഗൗരവമേറിയതാണ് അല്ലേ മിനിസ്റ്റർ? ആഘാതശേഷിയിൽ ചൂരൽമലയേക്കാൾ താഴെയാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം എന്താ എന്ന് വെച്ചാൽ വിലങ്ങാട് ഞാൻ നേരിട്ട് പോയതാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ 24 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ഉരുളുപൊട്ടിയ അനുഭവം നമുക്ക് നേരിൽ കാണാനായി. ഇന്നലെ അവിടെ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി സജീവമായിട്ടുള്ളൊരു സംഘത്തെ അങ്ങോട്ട് അയക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസും ഞാനും ശ്രീ AK ശശീന്ദ്രനും പിന്നീട് ശ്രീ P പ്രസാദും പല ഘട്ടങ്ങളിലായി അവിടെ പോകാൻ ഇടയായി. ഈ വിഷയങ്ങൾക്കിടയിലും ഈ സംഭവങ്ങൾക്കിടയിലും ഞങ്ങളത് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ നിന്നുള്ള വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിളിച്ച യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വളരെ വിശദമായിട്ടുള്ളൊരു കണക്കെടുപ്പ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാടക വീടുകളിലേക്ക് മാറ്റേണ്ടവരെയും ബന്ധുവീടുകളിലേക്ക് പോകേണ്ടവരെയും പതുക്കെ ക്യാമ്പുകളിൽ നിന്ന് ഒഴിവാക്കി പോകേണ്ടവരുടെയും വിശദാംശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗജന്യ റേഷൻ കൊടുക്കേണ്ട റേഷൻ കടകളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഉള്ളത് അരുൺ അറിയാവുന്നതുപോലെ കൽപ്പറ്റയിലാണ്. ചൂരൽമലയിലെ അവസാനത്തെ താൽക്കാലിക പുനരധിവാസ പാക്കേജുകളുടെ തിരക്കിലാണ് ഞങ്ങളെല്ലാവരും. എങ്കിലും ഞങ്ങൾ അതാത് സമയത്ത് വിലങ്ങാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ഒരു 5 മിനിറ്റ് മുമ്പ് വരെയും ഇപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി അന്വേഷിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയി എന്ന് ഒരു കാരണവശാലും കരുതരുത്. വളരെ ഗൗരവത്തോടെ തന്നെ വിലങ്ങാട്ടിലെ ദുരന്തത്തെ നമ്മൾ കാണുന്നുണ്ട്. അതിനെ ചേർത്ത് പിടിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ മിനിസ്റ്റർ, അതായത് രണ്ട് അവസ്ഥയിലാണ് മനുഷ്യർ ജീവിക്കുന്നതും, രണ്ട് സാമൂഹിക സാഹചര്യങ്ങളാണ്. എങ്കിൽ പോലും രണ്ട് ദുരന്തവും ഉരുൾപൊട്ടലായതുകൊണ്ടും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ അവിടെ മാത്യുവും ഇവിടെ എണ്ണമറ്റ മനുഷ്യരുമുണ്ട്. പക്ഷേ വീട് നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെയുള്ള കോമ്പൻസേഷൻ ഏകദേശം തുല്യമായിട്ടായിരിക്കുമോ കൊടുക്കാൻ ഉദ്ദേശിക്കുക? അതായത് വയനാട്ടിൽ എങ്ങനെയാണോ മനുഷ്യർ ദുരന്തം അനുഭവിച്ചത് അവർക്ക് ലഭിക്കുന്ന കോമ്പൻസേഷൻ പോലെ തന്നെ വിലങ്ങാടിനും ലഭിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കണക്കിൻ്റെ കഥയിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നിട്ടില്ല. മാത്യു മാസ്റ്റർ വീട് ഞാൻ സന്ദർശിച്ചിരുന്നു. മാത്യു മാസ്റ്റർ സ്കൂളിലെ കുട്ടികളെ കണ്ടിരുന്നു. അവരെല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. മാഷ് പഠിപ്പിച്ച സ്കൂളിൽ, മാഷ് നേതൃത്വം നൽകിയിരുന്ന സ്കൂളിൽ പഠിപ്പിക്കാനും പഠിക്കാനുമുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ ഉൾപ്പെടെ വലിയ ഭീതിയിലും പ്രയാസത്തിലുമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിലങ്ങാടിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ആലോചന പ്രത്യേകമായി തന്നെ സർക്കാർ നടത്തും. ചൂരൽമലയിലേത് ഒരു പാക്കേജാണ്. വിലങ്ങാടിന് വേണ്ടി പ്രത്യേകമായ ആലോചന. അവിടെ ഉണ്ടായ നഷ്ടങ്ങൾ രണ്ടിൻ്റെയും സ്വഭാവം 2 തരത്തിലാണ്. വളരെ നേരത്തെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാൻ സാധ്യമായതുകൊണ്ട് മനുഷ്യജീവിതങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതൊഴിച്ചാൽ അപകടങ്ങളുടെ പൊതുസ്ഥിതി ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നഷ്ടങ്ങൾ പല വിധത്തിലായിരിക്കും. ആ നഷ്ടങ്ങളുടെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കടത്തിയിട്ടുണ്ട്. അല്ല, നമുക്ക് പാക്കേജ് എന്ന വാക്ക് പ്രയോഗിക്കപ്പെടേണ്ടത് ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ്. വിലങ്ങാട് പ്രത്യേക പരിഗണനയിലുണ്ടാകും. ഏത് വിധത്തിലാണോ അത് കൈകാര്യം ചെയ്യേണ്ടത് ആ വിധത്തിലുള്ള ഗൗരവത്തോടു കൂടി തന്നെ അതിനെ കൈകാര്യം ചെയ്യും. ഓക്കെ മിനിസ്റ്റർ, നമുക്കിനി ചൂരൽമലയിലേക്ക് വന്നാൽ ഞങ്ങൾ ഇന്നലെ മുതൽ ഈ വയനാട് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ധാരാളം പ്രേക്ഷകർ, എണ്ണമറ്റ പ്രേക്ഷകർ ഇന്നലെ നമുക്ക് മെസ്സേജുകളേക്കും വിളിക്കുകയും ചെയ്തത് വയനാട് ദുരന്തമെന്ന് പറയുന്നതിൻ്റെ ഭാഗമായി വയനാട് മറ്റു ചില മേഖലകളിലെ ടൂറിസം സ്പോട്ടുകളിലേക്കുള്ള ആളുകളുടെ യാത്ര നിലച്ചിട്ടുണ്ട്. അത് അവരുടെ ദൈനംദിന ജീവിതത്തെയും ജീവിതോപാധി
ജീവനോപാധിയെയും ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് ചൂരൽമല മുണ്ടക്കൈ എന്ന് പരമാവധി പറയാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ മുതലൊരു തീരുമാനമെടുത്തു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറയാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. മിനിസ്റ്റർ, ഇതൊരു വലിയ വിഷയമായി ഇപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ടോ? കാരണം ഈ ചൂരൽമല മുണ്ടക്കൈയിലാണ് ഇത് സംഭവം നടന്നതെങ്കിലും വയനാട് ദുരന്തം എന്ന് പറയുന്നത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ടും വയനാട്ടിലെ മറ്റ് ടൂറിസം സ്പോട്ടുകളിലുള്ള മനുഷ്യരുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്ന് ആരും ഇപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. പല കടകളും ഞങ്ങൾ കണ്ടു. ഞങ്ങളതൊരു ക്യാമ്പയിനായിട്ട് എടുത്താലും ഒന്ന് ആലോചിക്കുകയാണ്. മിനിസ്റ്റർ, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വയനാട് ആളുകളുടെ ടൂറിസം സാധ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന വിധത്തിൽ ആദ്യഘട്ടത്തിൽ ആ പ്രശ്നമുണ്ടായപ്പോൾ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം തൽക്കാലം ആളുകളുടെ വരവ് ഒഴിവാക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അരുൺ പറഞ്ഞതുപോലെ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ചൂരൽമല എന്ന വിധത്തിലേക്ക് തന്നെ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം, അട്ടാമല എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളെ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും ഞാനും ഞങ്ങൾ ഉപസമിതി ബന്ധപ്പെട്ട കളക്ടറോട് തന്നെ ഈ കാര്യത്തിൽ ഒരു അടിയന്തര യോഗം ചേരാൻ ആവശ്യപ്പെട്ടു. ഇന്നലെ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ അടിയന്തരമായി യോഗം ചേർന്നു. ഇതൊഴികെയുള്ള പ്രയാസകരമല്ലാത്ത ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ആളെ കടത്തിവിടാനുള്ള ആലോചനകൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ പ്രഖ്യാപനം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകും. പൂർണ്ണമായും വയനാടിൻ്റെ ടൂറിസ്റ്റ് സാധ്യതകൾ ഒഴിവാക്കാൻ ഒരു തരത്തിലും ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ 2 ആഴ്ച കാലമായി നമുക്ക് ഭൗമശാസ്ത്ര പഠന സംഘമൊക്കെ ഒരു റൗണ്ട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. അവരുടെ കൂടി ഒരു ചെറിയ വിവരം ലഭ്യമായാൽ നമ്മൾ ഈ പറയുന്ന പ്രത്യേകമായിട്ടുള്ള ചൂരൽമലയിൽ, അത് പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, അട്ടാമല ഉൾപ്പെടെ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അരുൺ ഉൾപ്പെടെ പോയതുകൊണ്ടറിയാം, അവിടെ ഇനി വളരെ പെട്ടെന്ന് ആളുകളെ കടത്തിവിടാനാകില്ല. ബാക്കി സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ ടൂറിസം സാധ്യതകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ആശ്വാസകരമായ ഒരു കാര്യമാണ് മിനിസ്റ്റർ. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളത് മിനിസ്റ്ററോട് ചോദിക്കണം. അപ്പം മിനിസ്റ്റർ പറഞ്ഞ ഈ ഒരു പ്രഖ്യാപനം വളരെ എളുപ്പമുണ്ടായാൽ അത്രയും നല്ലത്. കാരണം ഈ അങ്ങേക്ക് അറിയാവുന്ന പോലെ വയനാടിൻ്റെ ഒരു പ്രത്യേകത, ഈ മൺസൂൺ ടൂറിസം ഒരു വലിയ പ്രത്യേകതയായിരുന്നു. ഇപ്പോൾ മൺസൂൺ ടൂറിസം ഇനി അവിടെ എങ്ങനെ നടക്കുമെന്നവർക്കറിയില്ല. പിന്നീടുള്ള ഈ ഡിസംബറിൽ ഈ മിസ്റ്റ് വരുന്നത് കാണാനാണ് ആളുകൾ വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പ്രഖ്യാപനം ഉണ്ടായാൽ അത് അത്രയും എളുപ്പം അവർക്ക് ബാക്കിയുള്ള മേഖലകളിലേക്കൊക്കെ അവരുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ പറ്റും. മിനിസ്റ്റർ, അരുൺ, 2 ആഴ്ചയായിട്ടേ ഉള്ളൂ നമുക്കിത് ടോട്ടലായിട്ടുള്ള ഈ ടൂറിസം സാധ്യതകൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട്. അതിൻ്റെ കാര്യം നമുക്കറിയാം. കാരണം ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി പിന്നീട് സീസ്മോളജി റിപ്പോർട്ടുകളിലൊന്നും ഭൂചലനങ്ങൾ ഉണ്ടായതായിട്ട് കാണുന്നില്ലെങ്കിലും പലയിടത്തിലും ശബ്ദം കേട്ടു, പ്രഭവ കേന്ദ്രങ്ങളുണ്ടോ എന്ന് പേടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നത് കൊണ്ട് നമ്മുടെ ഈ ഉന്നത സ്ഥലം ഒരു പൊതുവായ പരിശോധന നടത്തിയതിന് ശേഷം നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിലേക്കൊക്കെ ആളെ കടത്തിവിടുക എന്നുള്ള നടപടി ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. അതിന് ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർ മാത്രമല്ല, ടൂറിസം, പോലീസ് ഉൾപ്പെടെ എല്ലാവരുമായി കൂടിയാലോചിച്ച് ചെറിയ സമയത്തിനുള്ളിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും. ഓക്കെ മിനിസ്റ്റർ, എനിക്കറിയാം ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ തിരക്കിലാണ് മിനിസ്റ്റർ. വളരെ കൃത്യമായൊരു പ്ലാൻ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. വാടക വീടുകൾ എടുത്തു കഴിഞ്ഞു, ബന്ധുവീടുകളിൽ പോകുന്നവരെത്ര, സ്പോൺസർഷിപ്പ് വീടുകളിൽ പോകുന്നവരെത്ര, ക്വാർട്ടേഴ്സിൽ കഴിയാൻ പോകുന്നവരെത്ര, ഇങ്ങനെ പലതരം കണക്കുകൾ നിങ്ങളുടെ കൈകളിലുണ്ട്. അതിന് ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും? ഞാനിത് ചോദിക്കുന്നത്, നമ്മൾ ഈ ക്യാമ്പിൽ നിന്ന് വരുന്ന റെസ്പോൺസ് അനുസരിച്ച് അവർ ഇപ്പോൾ 2 ആഴ്ചയായല്ലോ, സ്വാഭാവികമായും അവരുടെ സ്വകാര്യത ബാധിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഒരു കൂട്ടുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു പലരും. ആരും പരാതിയൊന്നും ക്യാമ്പിൽ നേരിട്ട് പറയുന്നില്ല. അതായത് വലിയ പരാതിയായിട്ട് ചെറിയ ചെറിയ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികവുമാണ്. അപ്പോൾ ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഇവരുടെ ഒരു താൽക്കാലിക പുനരധിവാസം സാധ്യമാകും? നമുക്കൊരു ഏകദേശം ഒരു ടൈം ഫ്രെയിം കൊടുത്താൽ നന്നായിരിക്കും. അരുൺ, ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ താൽക്കാലിക പുനരധിവാസം പൂർണ്ണമായി സാധ്യമാകണം എന്നാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഒരു 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 കിട്ടുന്ന സ്ഥലത്തേക്ക് ആളുകളെ വിടുക എന്ന വിധത്തിൽ നമുക്കത് ആലോചിക്കാൻ കഴിയില്ല. പല ക്യാമ്പുകളിലും 2 ആഴ്ചയായിട്ടുള്ളൂ എന്ന വിധത്തിലാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. പല ക്യാമ്പുകളിലും ആളുകൾ പേടിക്കുന്നുണ്ട്. ഇന്നലെ ചിലരെല്ലാം പറഞ്ഞാൽ ഞാൻ കേട്ടു, ഞങ്ങൾ വീടന്വേഷിച്ച് പോകുമ്പോൾ ആളുകൾ വീട് തരുന്നില്ല, ഞങ്ങൾ വീടന്വേഷിച്ച് പോകുമ്പോൾ വലിയ വാടക പറയുന്നു, ഞങ്ങൾക്ക് വീടന്വേഷിച്ച് പോകാൻ ഇനി ആരും ബാക്കിയില്ല. ഈ പറയുന്ന ഒരു പേടിയും ഉണ്ടാകണ്ട, ഈ പറയുന്ന ഒരു പേടിയും ആർക്കും ഉണ്ടാകണ്ട. അവർക്ക് വേണ്ടി വീടന്വേഷിക്കാൻ കൃത്യതയോടുകൂടിയുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ സംവിധാനമുണ്ട്. വീട്ടിൽ ആൺതുണയില്ല എന്ന് ഒരു അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. തുണയുണ്ട്, അത് ജില്ലാ ഭരണകൂടം കൃത്യമായി ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് ആ കാര്യങ്ങൾ അന്വേഷണം നടത്തി വരികയാണ്. പക്ഷെ നമുക്കിതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം. ഒന്ന്,
ബന്ധുവീടുകളിലേക്ക് പോകാൻ കഴിയുന്നവർ. അതിൽ പ്രാഥമികമായി പറയാനുള്ളത്, ആളുകളിൽ ഉണ്ടാക്കുന്നൊരു തെറ്റിദ്ധാരണ, ബന്ധുവീടുകളിലേക്ക് പോയാൽ, ക്യാമ്പിൽ നിന്ന് മാറിയാൽ, ഔദ്യോഗികമല്ലാതെ പോയാൽ നിങ്ങൾക്ക് സ്ഥിരമായ പുനരധിവാസം ചിലപ്പോൾ ഇല്ലാതെ പോകും. അത് ഒരു പ്രശ്നമേ അല്ല. ക്യാമ്പിൽ വന്നുവോ വന്നില്ലയോ, ബന്ധുവീടുകളിലേക്ക് പോയോ താൽക്കാലിക വീടുകളിലേക്ക് പോയോ എന്നുള്ളതൊരു പ്രശ്നമല്ല. സ്ഥിരമായ പുനരധിവാസത്തിന് നമ്മൾ ആശ്രയിക്കുന്ന ഒരു മാർഗമുണ്ട്. അത് എഫക്റ്റഡ് പാർട്ടീസാണ്. അതിനുവേണ്ടി ബന്ധപ്പെട്ട വകുപ്പുകളുടെ നേരിട്ടിട്ടുള്ള പരിശോധന, അവിടെ ഇനി വീട് പൂർണ്ണമായി തകർന്നവർ, ഇനി അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തവർ, അവരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും അത് നടക്കുന്നത്. താൽക്കാലിക പുനരധിവാസത്തിൽ 3 മെത്തേഡുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒന്ന്, ബന്ധുവീടുകളിലേക്ക് പോകാവുന്ന ആളുകൾക്ക് ബന്ധുവീടുകളിലേക്ക് പോകാം. ബന്ധുവീടുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തെല്ലാമാണോ സഹായങ്ങൾ ചെയ്യേണ്ടത്, ആ സഹായങ്ങൾ പൂർണ്ണമായും ജില്ലാ ഭരണകൂടം വാടക വീടുകളിലേക്ക് മാറുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണോ അതുപോലെ തന്നെ ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്ക് ലഭ്യമാക്കും. 2, വാടക വീടുകൾ എന്ന് പറയുന്നതിൽ നേരത്തെ ഇവിടെ അരുൺ പറഞ്ഞതുപോലെ നമുക്ക് ലഭ്യമായ ക്വാർട്ടേഴ്സുകൾ, സൗജന്യമായി ലഭിച്ചിട്ടുള്ള വാടക വീടുകൾ, അതാണ് 2ാമത്തെ പാക്കേജ്. അതിലേക്ക് പോകാം. 3ാമത്തെ കാര്യം, സർക്കാർ തന്നെ വാടക കൊടുത്ത് എടുക്കുന്ന വീടുകൾ. ഈ 3 തരത്തിലാണെങ്കിലും നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ പൂർണ്ണമായും നമുക്ക് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, സിംഗിൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ, സങ്കടകരമായ കാര്യമാണ്, പറയാതെ പറ്റില്ല, ഒറ്റപ്പെട്ടു പോയവർ എത്ര. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നു, 5 പുരുഷന്മാർ, 10 സ്ത്രീകൾ, 18 വയസ്സിൽ താഴെയുള്ള 6 പേർ, കുട്ടികളെന്നോ കൗമാരക്കാരെന്നോ വിളിക്കാവുന്ന 6 പേർ, ഇങ്ങനെ 21 പേർ കുടുംബത്തിൽ മറ്റാരുമില്ലാതെ സിംഗിൾ ഒക്യുപ്പൈഡായി മാറി നിൽക്കുന്നുണ്ട്. അവരെ ഒറ്റ വാടക വീട്ടിലേക്ക്, അഥവാ ഓരോരുത്തർക്കും ഓരോ വാടക വീട്ടിലേക്ക് പോകുന്നത് അത്ര ശരിയായിരിക്കില്ല. കാരണം അവരുടെ ഒരു മാനസിക നില വല്ലാത്ത ഒറ്റപ്പെട്ടു പോയവർ എന്ന നിലയിൽ. അപ്പം അതിനുവേണ്ടി പ്രത്യേകം നമുക്ക് പെയ്ഡ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ സർക്കാർ തന്നെ സഹായിച്ച് ഏതെങ്കിലും ഒരു വീട്ടിൽ, സംരക്ഷിക്കപ്പെടാവുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ തയ്യാറാക്കേണ്ടി വരും. 2, ഇനിയുള്ള കുടുംബങ്ങളിൽ എത്ര പേരുണ്ട്, 2 പേർ, 3 പേർ, 4 പേർ, 4-ലധികം പേർ, അതിൻ്റെ പ്രത്യേക ലിസ്റ്റ് ഇന്ന് വൈകുന്നേരത്തേക്ക് തയ്യാറാക്കുക. നമ്മളിപ്പോൾ പുനരധിവാസത്തിൽ കൊടുക്കുമ്പോൾ ഒരു താൽക്കാലികമായ ഒരു ക്യാമ്പിനോ അല്ലെങ്കിൽ ഒരു യുവജനോത്സവത്തിനോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിക്കോ ഒരു സമ്മേളനത്തിനോ വരുന്നത് പോലെ ഇത്ര ബെഡുകൾ, ഇത്ര മുറികൾ, അതിൽ ഇത്ര ആളുകൾ, അത് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം വീടുകളുടെ സ്വകാര്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളകൾ എത്ര എണ്ണമുണ്ട് എന്നാലോചിക്കേണ്ടി വരും. ഒരുമിച്ച് അടുക്കള ഉപയോഗിക്കാൻ കഴിയാത്ത 1-ലേറെ ഫാമിലികളെ ഒരുമിച്ച് കൊടുക്കുന്നത് പിൽക്കാലത്തൊരു അപകടത്തിലേക്ക് പോകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി സോർട്ട് ചെയ്ത് നമുക്കൊരു പരിപാടി തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മുടെ തോട്ടങ്ങളിൽ ജീവിക്കുന്ന ജീവനക്കാർക്ക് പ്രത്യേകമായി അവരുടെ ക്വാർട്ടേഴ്സുകൾ ഒരുക്കി കൊടുക്കാം എന്ന് ഹാരിസൺ മലയാളം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അവരുമായി രാവിലെ 10 മണിക്ക് നമ്മൾ ഒന്നുകൂടി ആലോചിക്കുന്നുണ്ട്. അവർ പറയുന്ന വീടുകൾ പക്ഷേ ഒന്നുകൂടി നമ്മുടെ വിദഗ്ധ സംഘം പരിശോധിക്കും, അവിടെ പോകാവുന്നതാണോ. അവസാനമായി, ഈ പോകുന്ന വീടുകളിലേക്ക് ആൾ പോയാൽ മാത്രം പോരാ, അവിടെ വീട്ടുപകരണങ്ങൾ വേണം. എന്തെല്ലാം കുറവുണ്ട് അത് ഇന്ന് വൈകുന്നേരത്തോടെയും നാളെ ഉച്ചയോടെയും ഓരോ കിട്ടുന്ന വാടക വീട്ടിലും സർക്കാർ ക്വാർട്ടേഴ്സിലും എന്തെല്ലാം വീട്ടുപകരണങ്ങൾ, കട്ടിലാണോ കിടക്കയാണോ ഉപയോഗിക്കേണ്ട മറ്റ് സാധനങ്ങളാണോ, അതിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ടാക്കും. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് സമാഹരിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. ഇങ്ങനെ വെൽ ഒക്യുപ്പൈഡായി വളരെ ഡീറ്റെയിലായി കൃത്യം ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് ഉപസമിതി ആലോചിച്ച് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ വ്യക്തമാണ്. ഒരു കാര്യം കൂടി, നമ്മൾ ഈ അടിയന്തര ധനസഹായം അനുവദിച്ചിരുന്നല്ലോ, അത് വളരെ സ്വാഗതാർഹമാണ്. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്തു. നമ്മളടക്കം ആ വിഷയം മുന്നോട്ട് വെച്ചു, സർക്കാർ ഇത് കേട്ടു. പക്ഷേ ഇപ്പോഴും നമുക്ക് അത് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചില ആളുകളൊക്കെ ഇന്നലെ നമ്മളോട് രഹസ്യമായി ചോദിക്കുന്നുണ്ടായിരുന്നു, ക്യാമറയ്ക്ക് മുന്നിലല്ല, നമുക്ക് അങ്ങനെ സർക്കാരിൻ്റെ CMDRF-ൽ നിന്ന് പണം അനുവദിച്ചതായി കേട്ടി, പക്ഷേ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി ഒരുപാട് വൈകാൻ സാധ്യതയുണ്ടോ മിനിസ്റ്റർ? ഒരു കാരണവശാലുമില്ല. ആ നടപടികൾ ഔപചാരികമായിട്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തോടു കൂടി ആളുകൾക്കെല്ലാം അർഹമായ വിധത്തിൽ അതിനൊരു കണക്കെടുക്കേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാവരുടെ കയ്യിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പോളിസി അനുസരിച്ച് ഓരോരുത്തരുടെയും കയ്യിൽ കൊടുത്ത് പണമെടുക്കൽ ഇപ്പം നമ്മുടെ ശീലത്തിലില്ല. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് അടയ്ക്കാനുള്ള വിശദാംശങ്ങൾ അറിയാൻ എല്ലാ ക്യാമ്പിൽ നിന്നും സോഷ്യൽ വെൽഫെയർ ഓഫീസർമാർ പോയി അവരുടെ സംസാരത്തിനിടയിൽ ബാങ്ക് അക്കൗണ്ടുകൾ കൂടി സമാഹരിച്ചിട്ടുണ്ട്. 70% ബാങ്ക് അക്കൗണ്ടുകൾ കിട്ടിക്കഴിഞ്ഞു. ഒരു 10% കൂടി കിട്ടിക്കഴിഞ്ഞാൽ
ഇന്ന് മുതൽ തന്നെ പണം കൈമാറാനുള്ള നടപടികളിലേക്ക് നമുക്ക് കടക്കാനാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വൈത്തിരിയിലെ തഹസിൽദാർക്ക് ആദ്യഘട്ട പണം ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കൈമാറി കഴിഞ്ഞു. അക്കൗണ്ടുകൾ കിട്ടുന്ന മുറയ്ക്ക് നേരത്തെ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടാകരുത്, അക്കൗണ്ടിൽ തെറ്റിപ്പോകരുത്, കൃത്യതയോടുകൂടി ഇന്ന് മുതൽ തന്നെ അത് വിതരണം ആരംഭിക്കും. വെരി ഗുഡ് മിനിസ്റ്റർ. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യം. അത് പ്രേക്ഷകരുടെ ആശങ്കയും ഒന്ന് മാറും. ഇനി ഒരു സ്പെസിഫിക് ആയ ചോദ്യം കൂടിയുണ്ട്. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ അയച്ചു തന്നാണ്. വിലങ്ങാട്ടെ സംഭവമാണ് കേട്ടോ മിനിസ്റ്റർ. വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പ് അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാമ്പിൽ കഴിയുന്ന 4 കുടുംബാംഗങ്ങൾക്ക് വാടക വീടോ പകരം സംവിധാനമോ ഒരുങ്ങിയിട്ടില്ല. പഞ്ചായത്ത് അധികൃതർ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ലെന്നൊരു പരാതിയായിട്ട് വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് 4 കുടുംബങ്ങൾക്ക്. പ്രത്യേകമായിട്ട് ഇപ്പോൾ അന്വേഷിക്കാം. അവിടെ ജനപ്രതിനിധികൾ MLA ഉൾപ്പെടെ കൃത്യം നോക്കുന്നുണ്ട്. വെള്ളിയോട് സ്കൂളിൽ 4 കുടുംബങ്ങൾക്ക് പകരം സംവിധാനമായിട്ടില്ല എങ്കിൽ ആ പകരം സംവിധാനത്തെ ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കും. ഭയപ്പെടേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില പ്രയാസങ്ങളിലും തിരക്കുകളിലും ഒക്കെയാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വിധത്തിലുള്ള പ്രയാസം ഉണ്ടായെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. വളരെ വേഗത്തിൽ ആ കാര്യങ്ങൾ നമുക്ക് സോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറെയും MLAയും അക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഈ സംസാരം അവസാനിപ്പിച്ചാൽ ഉടനെ തന്നെ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ അവിടെ നിന്ന് മാറ്റപ്പെടേണ്ട ആളുകളിൽ സ്ഥിര സംവിധാനം ഒരുക്കാൻ ചെയ്യേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ തന്നെ സംസാരിക്കും. മിനിസ്റ്റർ, ഒരു സന്തോഷമുള്ള കാര്യം, ധാരാളം ആളുകൾ സഹായവുമായിട്ട് എത്തുന്നുണ്ട്. നമ്മളൊരു വാർത്ത കൊടുത്താൽ 10 മിനിറ്റിനുള്ളിൽ ആളുകളുടെ റെസ്പോൺസ് വരുന്നു. ജീപ്പ് കൊടുക്കുന്നു, ഓട്ടോറിക്ഷ കൊടുക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ 4.5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് നമ്മൾ വഴി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് ഒരു പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പ്രേക്ഷകരെ കാണിക്കും. അവർ DD ഇപ്പോൾ ഇവിടെ വെച്ച് കൈമാറും. അത് നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് തിരുവനന്തപുരത്ത് എത്തിക്കുകയും ചെയ്യും. ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ സഹായഹസ്തവുമായിട്ട് എത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ഒരു ദുരന്തത്തിൽ നിൽക്കുമ്പോഴും ആശ്വാസകരമായ ഒരു കാര്യമാണ്. മിനിസ്റ്റർ, വല്ലാതെ ജനങ്ങൾ ഇങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലേ? ഒരുപക്ഷെ നമ്മുടെ ഒരു സ്വഭാവം അതായിരിക്കും. എങ്കിലും എത്ര കൊടുത്താലും മതിയാവുന്നില്ല. ഇപ്പോൾ ഉംറയ്ക്ക് വേണ്ടി പണം സ്വരൂപിച്ച് വെച്ചിരുന്ന ഒരു മനുഷ്യൻ അല്പസമയം മുൻപാണ് ഞങ്ങളോട് പറഞ്ഞത് ആ പണം 50,000 രൂപ CMDRFിലേക്ക് അടയ്ക്കാൻ പോവുക. ഉംറയൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. ഒരുപക്ഷെ മിനിസ്റ്റർ അവിടെ നിന്ന് തട്ടുദോശയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ തിരുവനന്തപുരത്ത് തട്ടുകട നടത്തുന്ന കക്ഷിയാണ് അദ്ദേഹം. 50,000 രൂപ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തട്ടുദോശ അടിച്ചും ഓംലെറ്റ് അടിച്ചും ഉണ്ടാക്കി അത് മുഴുവൻ പൈസയും കൊടുക്കുകയാണ്. മനുഷ്യരുടെ വിശാലമായിട്ടുള്ള മനസ്സാണ്. തട്ടുകട നടത്തുന്നവർ, ഇതിനുവേണ്ടി തട്ടുകട നടത്തുന്നവർ, കുടുക്കകൾ പൊട്ടിച്ച് പണം തരുന്നവർ, പല വിധത്തിലുള്ള ചാലഞ്ചുകൾ നടത്തി പണം തരുന്നവർ. ഇന്നലെ ഞങ്ങൾ കേട്ടു എൻ്റെ മണ്ഡലത്തിൽ തന്നെ മീൻ വിൽക്കാൻ വേണ്ടി ഒരു സംഘം ഇറങ്ങിയിരിക്കുന്നു. പുറത്തുനിന്ന് മീൻ കൊണ്ടുവന്ന് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൂർണ്ണമായിട്ടുള്ള പണം CMDRFിലേക്ക് അടയ്ക്കാൻ തയ്യാറായിരിക്കുന്നു. മലയാളി മാത്രമല്ല, ഇന്നലെ നമുക്ക് ഈ ദുരന്തത്തിനിടയിലും ഉണ്ടായൊരു സന്തോഷം. കർണാടകയിലെ കോലാർ ജില്ലയിൽ നിന്ന് കോലാർ ഡിസ്ട്രിക്ട് കളക്ടറുടെ നേതൃത്വത്തിൽ അവർ 1 കോടി രൂപയുടെ ചെക്കുമായി ഒരു പ്രത്യേക സംഘത്തെ ഇന്നലെ ഞങ്ങളുള്ളപ്പോൾ കളക്ടറുടെ അടുത്തേക്ക് അയച്ചു. കേരള മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് 1 കോടി രൂപ കോലാറിലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ സമാഹരിച്ച സംഖ്യ ഇവിടേക്കെത്തി. കൂട്ടത്തിലൊരു കുറിപ്പും ഇതുകൊണ്ട് തീർന്നില്ല. ഇനിയും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കിട്ടാവുന്ന പണം അതാത് ഘട്ടങ്ങളിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഇതെല്ലാം വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തോൽക്കില്ല. തോൽക്കുന്നൊരു ജനതയല്ല നമ്മുടേത്. നമ്മൾ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം സംഘടിതമായി നമ്മൾ നിറവേറ്റും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ ഇത്തരം ചില സഹായങ്ങൾ ഗുണകരമായിരിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇന്നെത്തിക്കുന്ന 4.5 ലക്ഷം രൂപയ്ക്ക് ഉംറയ്ക്ക് പോകാതെ 50,000 രൂപ മുഖ്യമന്ത്രിയുടെ സഹായ ഹസ്തത്തിലേക്ക് നൽകിയവർക്ക്, അങ്ങനെ നൽകാൻ തീരുമാനിച്ച എല്ലാവർക്കും ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം, ഞാനത് റിപ്പോർട്ടറിലൂടെയാണ് ആദ്യം പറയുന്നത്, ഇതുവരെ പറയാൻ അവസരം കിട്ടിയിട്ടില്ല. മിനിഞ്ഞാന്ന് വൈകുന്നേരം നമ്മുടെ കയ്പമംഗലം MLA ടൈസൺ മാഷുടെ മകൻ്റെ കല്യാണത്തിന് മിനിഞ്ഞാന്ന് ഒന്ന് തൃശ്ശൂരിൽ പോകാനിറങ്ങിയപ്പോൾ അറിയാവുന്ന പോലെ വിലങ്ങാട് പോയി, ഒന്ന് തൃശ്ശൂരിൽ പോയി, ഇന്നലെ തന്നെ തിരിച്ചെത്തി. പക്ഷെ അങ്ങനെ പോയപ്പോൾ ടൈസൺ മാഷുടെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി ഒന്ന് പോയി. അവിടെ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് 15 സെൻറ്റ് സ്ഥലം എന്നെ ഏൽപ്പിച്ചു എന്നല്ല അതിൻ്റെ പ്രത്യേകത. എന്നെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും ഒരുമിച്ച് കൈമാറി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഞാനും ടൈസൺ മാഷും മുൻ മന്ത്രി VS സുനിൽകുമാറും എല്ലാം അടങ്ങുന്ന ജനപ്രതിനിധികളും എല്ലാം അടങ്ങുന്ന സംഘം ആ കല്യാണത്തിൽ വെച്ച് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അദ്ദേഹം സംഭാവന ചെയ്ത 15 സെൻറ്റ് സ്ഥലം ഏറ്റുവാങ്ങി.
ഇതൊരു പുതിയ അനുഭവമാണ്. എല്ലാ വിധത്തിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആളുകളുടെ ഇത്തരം മനസ്സിനെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് ഈ ദുരന്തത്തിൻ്റെ ദുഃഖത്തിനിടയിലും അതിജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മുടേത് എന്ന് ഉറക്കെ പറയാൻ ഏറ്റവും കരുത്തു പകരുന്ന സംഭവമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൃത്യതയോടുകൂടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും കാണാവുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം കിട്ടാവുന്നതാണ്. വളരെ കൃത്യതയോടെ ആ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകും. ലഭ്യമായ എല്ലാവരോടും സ്നേഹപൂർവ്വം അഭിവാദ്യങ്ങൾ സർക്കാരിന് വേണ്ടി അർപ്പിക്കാനും താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട്. മിനിസ്റ്റർ കെ രാജനാണ് നമുക്കൊപ്പം ചേർന്നത്.